നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് നൈജൽ ഫരാജ് രാജിവെച്ച ഒഴിവിൽ എക്സസ് മണ്ഡലത്തിൽ അനിവാര്യമായി തീർന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ബ്രിട്ടനിലെ രണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കി. ഇതോടെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാന സ്ഥാനാർത്ഥിയായി നൈജൽ ഫരാജ് മാത്രമേ ഉണ്ടാകൂ എന്ന് ഉറപ്പായി. സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് നൈജൽ ഫരാജ് രാജിവെച്ച ഒഴിവിൽ എക്സസ് മണ്ഡലത്തിൽ അനിവാര്യമായി തീർന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ബ്രിട്ടനിലെ രണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുവന്നു. ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ല. സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ ഉയർന്നതോടെ ജനങ്ങളുടെ കോടതി സത്യം തീരുമാനിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഫരാജ് രാജിവെച്ചത്. ധനികരായ രണ്ട് അനുഭാവികളിൽ നിന്നും പണവും മറ്റ് സാമ്പത്തിക സഹായവും കൈപ്പറ്റി എന്നായിരുന്നു നൈജൽ ഫരാജിന്റെ ഉയർന്ന ആരോപണം. ജനങ്ങളുടെ കോടതിയിലേക്ക് പോവുകയാണെന്നും മാത്രമായിരുന്നു ഫരാജിന്റെ പ്രതികരണം. പാർലമെന്ററി അന്വേഷണം നടക്കുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യ ഫിനാൻസിനെ കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പ് നാടകം അപഹാസ്യമാണെന്നും തങ്ങൾ ഫരാജിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും രണ്ട് പ്രധാന കക്ഷികളും വ്യക്തമാക്കി. തട്ടിപ്പിന് ശിക്ഷിക്കപ്പെട്ട പോഷ് ജോർജ് എന്നറിയപ്പെടുന്ന ജോർജ് കോഡറിന്റെ കയ്യിൽ നിന്നും വെളിപ്പെടുത്താത്ത തുക ജീവനക്കാരെ നിയമിക്കുന്നതിനും വെസ്റ്റ് മിനിസ്റ്ററിൽ വീണ്ടെടുക്കുന്നതിനുമായി കൈപ്പറ്റി എന്നാണ് ആരോപണം. ക്രിപ്റ്റോ ശതകോടീശ്വരനായ ക്രിസ്റ്റഫർ ഹാർബോണിന്റെ കയ്യിൽ നിന്നും 5 മില്യൺ പൗണ്ട് തുകയുടെ സമ്മാനങ്ങൾ കൈപ്പറ്റിയെന്ന ആരോപണം ഇപ്പോൾ പാർലമെന്ററി സ്റ്റാൻഡേർഡ്സ് കമ്മീഷണർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന 9 മുൻ പ്രധാനമന്ത്രിമാരുടെ സംരക്ഷണത്തിന് ബ്രിട്ടൻ ചെലവഴിക്കുന്നത് ലക്ഷങ്ങളെന്ന് റിപ്പോർട്ട്. ആന്റി ബേണം പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നതോടെ ബ്രിട്ടനിൽ ജീവിച്ചിരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം 9 ഉയരും. ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു കാര്യമാണ് ഇത്. 20-ാം നൂറ്റാണ്ട് പോലും ഒരിക്കലും 5 മുൻ പ്രധാനമന്ത്രിമാരിൽ ഏറെ പേർ ഒരേ സമയം ജീവിച്ചിരുന്നിട്ടില്ല. മാത്രമല്ല അവരൊക്കെ താരതമ്യേന പ്രായം കൂടിയവരുമായിരുന്നു. ആന്റി ബേണം പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതോടെ ബ്രിട്ടനിൽ ജീവിച്ചിരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്തതുപോലെ 9 ഉയരുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ ജീവിച്ചിരിക്കുന്ന 9 മുൻ പ്രധാനമന്ത്രിമാരുടെ സംരക്ഷണത്തിന് ബ്രിട്ടൻ ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ് എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. നിയമപരമായി മുൻ പ്രധാനമന്ത്രിമാർക്ക് ജീവിതകാലം മുഴുവൻ ഉയർന്ന തലത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനു പുറമെ വിശദമായ പ്രൊട്ടക്ഷൻ ഷെഡ്യൂൾ തയ്യാറാക്കുകയും ചെയ്യണം. ചിലവുകൾക്കായി വളരെ ഉദാരമായ രീതിയിൽ 6 അക്ക തുകയാണ് ചിലവാക്കുന്നതും. ഇതെല്ലാം നൽകേണ്ടത് പൊതുഖജനാവിൽ നിന്നുതാനും. ഇതൊരു നിസ്സാര കാര്യമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതിനായി ധാരാളം പണവും ഒപ്പം മനുഷ്യവിഭവശേഷിയും ചിലവാക്കേണ്ടതുണ്ട് എന്നും അവർ വ്യക്തമാക്കുന്നു. ജനങ്ങൾ ഫോണുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിലും വേഗത്തിലാണ് ബ്രിട്ടനിൽ പ്രധാനമന്ത്രിമാർ മാറുന്നതെന്ന പരിഹാസവും ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. ദീർഘകാലം പ്രധാനമന്ത്രിമാരായിരുന്നവർക്ക് സംരക്ഷണം നൽകുന്നത് ന്യായീകരിക്കാൻ സാധിക്കുമെങ്കിലും കേവലം 49 ദിവസം മാത്രം ആ പദവിയിലിരുന്ന ലിസ് ട്രസ്റ്റിനെ പോലുള്ളവർക്ക് ആജീവനാന്ത സംരക്ഷണം നൽകുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നും അവർ ചോദിക്കുന്നു. അവർക്ക് പ്രായം 50 വയസ്സ് മാത്രമാണ്. ഇനിയും 30 മുതൽ 40 വയസ്സുവരെ ജീവിക്കാൻ സാധ്യതയുണ്ട് എന്നും ഇക്കാലയളവിൽ പൊതുഖജനാവിൽ വരുന്ന ചെലവ് എത്രയാകുമെന്ന് ആലോചിക്കാനും അവർ നിർദ്ദേശം നൽകുന്നുണ്ട്. മോസ്കോയിൽ വരെ കയറിയടിക്കാൻ ശേഷിയുള്ള പുത്തൻ തലമുറ ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ വികസിപ്പിക്കുകയാണ് ബ്രിട്ടൻ. മറ്റ് ചില നാറ്റോ സഖ്യരാജ്യങ്ങളുമായി ചേർന്നുള്ള ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പുറത്തുവിടും. റഷ്യൻ ആക്രമണത്തെ ചെറുക്കുന്നതിനായിട്ടാണ് പ്രധാനമായും 40 ബില്യൺ പൗണ്ടിന്റെ മിസൈൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. മോസ്കോയിൽ വരെ കയറിയടിക്കാൻ ശേഷിയുള്ള പുത്തൻ തലമുറ ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ ബ്രിട്ടൻ വികസിപ്പിക്കുകയാണ് എന്ന് റിപ്പോർട്ട്. റഷ്യൻ ആക്രമണത്തെ ചെറുക്കുന്നതിനായിട്ടാണ് പ്രധാനമായും 40 ബില്യൺ പൗണ്ടിന്റെ മിസൈൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു എന്നതാണ് സൂചന. വളരെ കൃത്യതയോടെ 1500 മൈൽ അപ്പുറമുള്ള ലക്ഷ്യത്തെ വരെ ആക്രമിക്കാൻ കഴിവുള്ളവയാണ് ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ. ശത്രു രാജ്യത്തെ വ്യോമസേനാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ആസ്ഥാനങ്ങൾ ആക്രമിക്കുന്നതിനായിരിക്കും ഇത് ഉപയോഗിക്കുക. ഈ പദ്ധതി വിജയമായാൽ ഇതാദ്യമായിരിക്കും റഷ്യ ബ്രിട്ടന്റെ പരമ്പരാഗത മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നത്. റഷ്യക്കെതിരെ ഉക്രൈൻ ഉപയോഗിക്കുന്ന ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ ഡീപ് സ്ട്രൈക്കർ മിസൈലുകളുടെ 4 ഇരട്ടി ക്ഷമതയായിരിക്കും പുതിയ മിസൈലുകൾക്ക് ഉണ്ടാവുക. ഈ മാസം ഇൻഡോ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വരുന്നതോടെ ഉയർന്നു വരാൻ പോകുന്ന പുതിയ അവസരങ്ങളെക്കുറിച്ചും കൈവരിക്കാൻ കഴിയുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും ഏറെ പ്രതീക്ഷകളാണ് ബ്രിട്ടീഷ് വ്യവസായ മേഖല വെച്ചു പുലർത്തുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ വൻ വികസനത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ കരാർ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച UK ഇന്ത്യ ബൈറ്റ്ലൈൻ കോംപ്രമൈസറി എക്കണോമിക്സ് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ഈ മാസം 15 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഈ മാസം 15 മുതൽ ഇൻഡോ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വരുന്നതോടെ ഉയർന്നു വരാൻ പോകുന്ന പുതിയ അവസരങ്ങളെക്കുറിച്ചും കൈവരിക്കാൻ കഴിയുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും വലിയ പ്രതീക്ഷയിൽ ബ്രിട്ടീഷ് വ്യവസായ മേഖല. ഇരു രാജ്യങ്ങളെയും ഭാവിയിൽ വൻ ശക്തികളാക്കാൻ പോകുന്നതാണ് ഈ കരാർ എന്നതാണ് UK ഇന്ത്യ ബിസിനസ് കൗൺസിൽ പ്രതിനിധി വ്യക്തമാക്കുന്നത്. ചെറുകിട വ്യാപാര സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ,
നവാശയങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവർ തുടങ്ങിയവർക്കൊക്കെ വൻ സാധ്യതകളാണ് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇനി മുതൽ ബിസിനസ് പ്ലാനുകൾക്ക് രൂപം കൊടുക്കുമ്പോൾ ഇന്ത്യൻ വിപണിയെ കൂടി മുന്നിൽ കണ്ടുവേണം അത് ചെയ്യാൻ എന്ന് ഈ രംഗത്തെ വിദഗ്ധരും നിർദ്ദേശം നൽകുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 2025 4 പാദങ്ങളിലും കൂടി ഇരു രാജ്യങ്ങളിലും ഇടയിലും 479 ബില്യൺ പൗണ്ടിന്റെ വ്യാപാര ഇടപാടുകളാണ് നടന്നത്. 2030 ആകുമ്പോഴേക്കും ഇത് ഇരട്ടിയാക്കാൻ പുതിയ വ്യാപാര കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ചില തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും സ്വാഭാവികമായും കടന്നു വന്നേക്കാമെങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ബ്രിട്ടീഷ് വ്യവസായ മേഖല പ്രതീക്ഷിക്കുന്നത്. ഉൽപാദനം, എഞ്ചിനീയറിംഗ്, ഊർജം, അടിസ്ഥാന സൗകര്യ വികസനം, സാമ്പത്തിക സേവനങ്ങൾ, AI തുടങ്ങിയ മേഖലകൾക്കായിരിക്കും ഈ കരാർ കൊണ്ട് കൂടുതൽ പ്രയോജനം ലഭിക്കുകയെന്നും അവർ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളും ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെ വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നവർ വിമാനത്തിൽ കയറുന്നതിന് മുൻപായി ഒരു നടപടിക്രമം കൂടി അധികമായി പൂർത്തിയാക്കേണ്ടി വരും. പൗരത്വമോ ഏതു രാജ്യത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് നഗരത്തിൽ നിന്നാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്ന് പരിഗണിക്കാതെ വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ ആരോഗ്യ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതായി വരുമെന്ന് റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളും ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെ വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നവർ വിമാനത്തിൽ കയറുന്നതിന് മുൻപായി ഇനി പൗരത്വമോ ഏതു രാജ്യത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് നഗരത്തിൽ നിന്നാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്നോ പരിഗണിക്കാതെ വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ആരോഗ്യ വിവരങ്ങൾ കൂടി വെളിപ്പെടുത്തേണ്ടി വരും എന്ന് റിപ്പോർട്ട്. ഇതിനായി എയർ സുവിധ പോർട്ടൽ ഇപ്പോൾ എയർ സുവിധ 2.0 ആയി പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാർക്കും ഇത് ബാധകമാണ്. അതായത് ഇനി മുതൽ നാട്ടിൽ പോകുമ്പോഴെല്ലാം ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കണം എന്നർത്ഥം. നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ സന്ദർശിക്കുന്ന രാജ്യത്ത് പകർച്ചവ്യാധികളോ മറ്റ് മാരക രോഗങ്ങളുടെ വ്യാപനമോ ഇല്ലെങ്കിൽ കൂടി ഇത് ചെയ്യേണ്ടതുണ്ട്. ഇതിനായി 5 ഘട്ടങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യപടി നിങ്ങൾ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ നിങ്ങളുടെ പാസ്പോർട്ട്, വിമാന ടിക്കറ്റ് വിവരങ്ങൾ മുതലായവ നിങ്ങളുടെ അടുത്തു തന്നെ തയ്യാറാക്കി വെക്കുക എന്നതാണ്. ഈ പ്രക്രിയ ആരംഭിക്കാൻ പാസ്പോർട്ട് നമ്പർ, ഫ്ലൈറ്റ് നമ്പർ, യാത്ര ചെയ്യുന്ന തീയതി എന്നിവ ആവശ്യമാണ്. പിന്നീട് airsuvidha.civilaviation.government എന്ന വെബ്സൈറ്റ് തുറക്കുക. അതല്ലെങ്കിൽ വിമാന കമ്പനിയോ ചെക്ക് ഇൻ വിഭാഗമോ നൽകുന്ന QR കോഡ് ഉപയോഗിച്ചും വെബ്സൈറ്റ് തുറന്ന് അപേക്ഷാ ഫോമിൽ എത്താൻ സാധിക്കും. പിന്നീട് ഫോമിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ വരുന്ന OTP ഉപയോഗിച്ച് വിവരങ്ങൾ സ്ഥിരീകരിക്കുക. തൊട്ടു മുൻപത്തെ 21 ദിവസങ്ങൾ നിങ്ങളുടെ യാത്രാ പരിപാടി വ്യക്തമാക്കാൻ ആവശ്യപ്പെടും. DRC, ഉഗാണ്ട, സൗത്ത് സുഡാൻ തുടങ്ങിയ എബോള പോലുള്ള പകർച്ചവ്യാധികൾ വ്യാപകമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം വെളിപ്പെടുത്തണം. എന്നാൽ കഴിഞ്ഞ 21 ദിവസങ്ങളിൽ നിങ്ങൾ താമസിക്കുന്ന രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നൺ ഓഫ് ദി എബോവ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഈ ഘട്ടം എല്ലാ യാത്രക്കാരും പൂർത്തിയാക്കേണ്ടതുണ്ട്. രോഗവ്യാപനമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചോ ഇല്ലയോ എന്നത് അടിസ്ഥാനമാക്കാതെ എല്ലാവരും ഈ കോളം പൂരിപ്പിക്കേണ്ടതുണ്ട്. ഈ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ നമ്പരും അറിയിപ്പും ഇമെയിൽ വഴി ലഭിക്കും. അത് ഡൗൺലോഡ് ചെയ്തോ സ്ക്രീൻഷോട്ട് എടുത്തോ സൂക്ഷിക്കുക. ഇന്ത്യയിൽ വിമാനം ഇറങ്ങുമ്പോൾ ഇത് ഇമിഗ്രേഷൻ കൗണ്ടറിൽ കാണിക്കേണ്ടതായി വരും. എല്ലാ വർഷവും NHS വാർഷികം പ്രമാണിച്ച് പ്രധാനമന്ത്രി വിളിക്കുന്ന വിരുന്നിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ഇത്തവണ 2 മലയാളി നഴ്സുമാർക്ക് ക്ഷണം. നോർവിച്ചിൽ താമസിക്കുന്ന എരുമേലിക്കാരി ടെൽമ ജോസും ബാസിൽഡൻസിലെ മലയാളിയായ ഷൈനി ബെസ്ലുമാണ് കഴിഞ്ഞ ദിവസം നടന്ന വിരുന്നിലേക്ക് നോമിനേഷനിലൂടെ ക്ഷണിക്കപ്പെട്ട മലയാളി നഴ്സുമാർ. ഇരുവരും 2 പതിറ്റാണ്ടോളമായി UK ജോലി ചെയ്യുന്ന മികവാണ് അവരെ ഈ വിരുന്നിലേക്ക് എത്തിച്ചത്. എല്ലാ വർഷവും NHS വാർഷികം പ്രമാണിച്ച് പ്രധാനമന്ത്രി വിളിക്കുന്ന വിരുന്നിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ മലയാളികൾക്ക് അഭിമാനമായി ഇത്തവണ നോർവിച്ചിൽ താമസിക്കുന്ന എരുമേലിക്കാരി ടെൽമ ജോസ്, ബാസിൽഡൻ മലയാളിയായ ഷൈനി ബേസിൽ എന്നിവർക്ക് ക്ഷണം. നോർവിച്ച് ഹോസ്പിറ്റൽ മേട്രനായി ജോലി ചെയ്യുന്ന ടെൽമ ജോസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ക്ഷണം എത്തുമ്പോഴാണ് തനിക്ക് നോമിനേഷനുള്ള വിവരം അറിയുന്നത്. സമാനമായിരുന്നു ബാസിൽഡനിലെ ഷൈനി ബേസിന്റെ അവസ്ഥയും. ഏതാനും മാസം മുൻപാണ് ഷൈനി മുൻകൈയെടുത്ത് ബാസിൽഡനിൽ 100 കണക്കിന് മലയാളി നഴ്സുമാരെ ചേർത്ത് കേരള നഴ്സസ് യൂണിയൻ ആരംഭിക്കുന്നത്. എങ്കിലും തൊഴിലിടത്തെ മികവ് തന്നെയാണ് ഷൈനിയെയും ഈ പ്രത്യേക വിരുന്നിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണമായി വിലയിരുത്തുന്നത്. മുൻ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള മലയാളി നഴ്സുമാർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനമൊഴിയുന്ന സ്റ്റാമർക്കൊപ്പം വിരുന്നിൽ പങ്കെടുക്കാനായത് ടെൽമയ്ക്കും ഷൈനിക്കും സമ്മാനിച്ചത് അവിസ്മരണീയമായ നിമിഷങ്ങളാണ്. ഷൈനി നമ്പർ 10ലേക്ക് ബ്രിട്ടീഷ് ശൈലിയിലുള്ള ഡ്രസ് കോഡ് തിരഞ്ഞെടുത്തപ്പോൾ ടെൽമ തനി നാടൻ മലയാളിയായ മഞ്ഞ നിറമുള്ള സാരി ഉടുത്താണ് പ്രധാനമന്ത്രിയെ കാണാനെത്തിയത്. ടെൽമയ്ക്ക് വേണ്ടി ട്രസ്റ്റിൽ നിന്നും നൽകിയ നോമിനിയിലും ഇന്ത്യയിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്നെത്തിയ ബ്രിട്ടനിലെ ഹോസ്പിറ്റലിൽ മുതിർന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്ന കാര്യം എടുത്തു പറഞ്ഞതും തന്റെ ഗ്രാമത്തിന്റെ നൈർമല്യത്തിന്റെ അടയാളമായി സാരിയിൽ തന്നെ എത്താൻ കാരണമായി മാറി.
ആർക്കൊക്കെയാണ് സോഷ്യൽ കെയർ ലഭിക്കേണ്ടതെന്നും അതിനുള്ള ചെലവുകൾ നടത്തേണ്ടത് എങ്ങനെയെന്നുമുള്ള കാര്യത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നു. സോഷ്യൽ കെയർ മേഖലയെ അടിമുടി പരിഷ്കരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണിത്. ഇംഗ്ലണ്ടിലെ അഡൽട്ട് സോഷ്യൽ കെയർ സംവിധാനത്തിന്റെ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മീഷനെ നയിക്കുന്ന വെറോണിസ് ലൂയിസ് കെസി BBC റേഡിയോ ഫോറത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തി വെളിപ്പെടുത്തിയതാണ് ഇത്. സോഷ്യൽ കെയർ മേഖലയെ അടിമുടി പരിഷ്കരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ആർക്കൊക്കെയാണ് സോഷ്യൽ കെയർ ലഭിക്കേണ്ടതെന്നും അതിനുള്ള ചെലവുകൾ നടത്തേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നു. ജനസംഖ്യയിൽ വൃദ്ധർ വർദ്ധിച്ചു വരുന്ന ഒരു രാജ്യത്ത് സോഷ്യൽ കെയർ മേഖല എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് കൂലംകുഷമായി ചർച്ച തന്നെ ആവശ്യമാണെന്നും ബരോണസ് വ്യക്തമാക്കി. വീട്ടിലെ സഹായത്തിനോ കെയർ ഹോമുകളിലെ ഒരു വ്യക്തി ജീവിതകാലത്ത് ചെലവഴിക്കേണ്ട തുകയ്ക്ക് പരിധി നിശ്ചയിക്കുന്നതിനുള്ള പദ്ധതി സർക്കാർ വേണ്ടെന്ന് വെച്ചു. അതിനു പകരമായി ഫണ്ടിംഗ് വഴി പുനഃപരിശോധിക്കുന്നതിനായി ഒരു കമ്മീഷനെ നിയമിക്കുകയാണ് ചെയ്തത്. വൃദ്ധരെ അവഗണിക്കുന്ന സമൂഹ മനസ്ഥിതിയും വൃദ്ധരെ നോക്കുന്നതിന് സർക്കാർ എന്ത് പിന്തുണ നൽകും എന്ന് യുവാക്കൾക്കിടയിലെ ആശങ്കയ്ക്കുമൊക്കെ പൊതു ചർച്ചകൾ വരണമെന്നും ബരോണസ് വ്യക്തമാക്കി. ഈ മാസം ആരംഭിക്കുന്ന പൊതുജന സമ്പർക്ക പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പൊതുജനങ്ങളുടെ അഭിപ്രായ ശേഖരണത്തിനായി ഇറങ്ങും. സോഷ്യൽ കെയറിനുള്ള ചെലവ് വഹിക്കേണ്ടത് ആരാണ്, കെയറിലുള്ള ഒരു വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ എന്തൊക്കെ പങ്ക് വഹിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടും.